ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ മാക്സ് ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. മാക്സ് ഫംഗ്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സൽ ഷീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ടേബിളിൽ എംപ്ലോയീസിൻ്റെ ജെൻഡർ ഡീറ്റെയിൽസ് ഉണ്ട്, ബർത്ത് ഡേറ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന സാലറി ഉണ്ട്, പ്ലസ് എംപ്ലോയീസിൻ്റെ ID ഉണ്ട്. മാക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റ സീരീസിലെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയിലെയോ ഏറ്റവും വലിയ നമ്പർ കിട്ടാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ റേഞ്ചിലെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡാറ്റകളിലെ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന സെല്ലിലേക്ക് റിട്ടേൺ ആവുക. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡാറ്റയിലെ ഈ ടേബിളിൽ ഏകദേശം 475 എംപ്ലോയീസിൻ്റെ ഡാറ്റയുണ്ടിത്. ഞാനിന്ന് മാക്സ് ഫംഗ്ഷനിലൂടെ ഈ ടേബിളിൽ നിന്ന് എടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ 475 എംപ്ലോയീസിൽ ഏറ്റവും കൂടുതൽ സാലറി എമൗണ്ട് എത്രയാണ് പോകുന്നത്. ഇതാണ് എനിക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സെല്ലിലേക്കാണ്, അതായത് ഹയസ്റ്റ് സാലറി, എനിക്കിന്ന് ഈ സെല്ലിൽ എനിക്ക് വരേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഈ 475 എംപ്ലോയീസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആ സാലറി എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. നോർമൽ ചെയ്യുന്ന പോലെ ഈക്വൽ സൈൻ അഗൈൻ മാക്സ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്പർ 1 ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം 475 റോസ് ഉണ്ട്, സെൽസ് ഉണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു. ഇത് D2 മുതൽ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് D ആണ്, റോ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ D2 മുതൽ ഏകദേശം എനിക്ക് സെലക്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് D475 ഇതുവരെയുള്ള ഡാറ്റയാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ സാലറി എമൗണ്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. 1,35,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം അത് കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ അത് ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് 1,35,000 എന്ന് പറയുന്ന ഡാറ്റയാണ്. ഞാനതൊന്ന് മാത്രം സെലക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ആ ഡാറ്റ. എംപ്ലോയി ID 29, എംപ്ലോയി ID 29 എന്ന് പറയുന്ന ആൾക്കാണ് ഈ 1,35,000 രൂപ സാലറി ഇതിൻ്റെ അകത്ത് ഈ ഡാറ്റ വെച്ചിട്ട് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മാക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും വലിയ ഡേറ്റും എടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ യങ്ങറായിട്ടുള്ള എംപ്ലോയി ആരാണ് എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷനിൽ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, അത് നോക്കുന്നതിനായിട്ട് ഈക്വൽ സൈൻ അഗൈൻ മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ. എനിക്ക് വേണ്ടത് C2 മുതൽ C475 വരെയുള്ള ഡേറ്റ് ഓഫ് ബർത്തുകളാണ്. ആ ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സെൽ റേഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. C2 മുതൽ C475 വരെയുള്ള സെൽ റേഞ്ച്. ഓക്കെ, ഞാനതിൽ എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 10 ഫെബ്രുവരി 1971. അപ്പോൾ 10 ഫെബ്രുവരി 1971 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആളാണ് ഈ കമ്പനി ഈ എംപ്ലോയി ലിസ്റ്റിലെ ഏറ്റവും യങ്ങറായിട്ടുള്ള ആൾ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബർത്ത്ഡേയിൽ 1971, ഇതിൽ ഫെബ്രുവരി 10. ബാക്കിയെല്ലാം അൺസെലക്ട് ചെയ്തിട്ട് ഈ ഫെബ്രുവരി 10 മാത്രം ഞാൻ സെലക്ട് ചെയ്യാണ്. നമുക്ക് കാണാം 459 എന്ന് പറഞ്ഞിട്ടുള്ള എംപ്ലോയി ID ഉള്ള ഒരു ഫീമെയിൽ എംപ്ലോയിയാണ് ഇതിൽ ഏറ്റവും യങ്ങറായിട്ടുള്ള എംപ്ലോയി. ഇതാണ് മാക്സ് ഫംഗ്ഷൻ്റെ യൂസേജ് വരിക.